നേതൃത്വത്തിന് തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികളുടെ വിമർശനം. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ക്യാമ്പയിനുകൾ ദേശീയ നേതൃത്വം ഏറ്റെടുക്കുന്നില്ല. CJP ഏറ്റെടുത്തു നടത്തിയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടിയിരുന്നത് DYFI എന്നും പ്രതിനിധികൾ പറഞ്ഞു. ജെൻസി കാലഘട്ടത്തിനനുസരിച്ച് അടിമുടി സംഘടനയ്ക്ക് മാറ്റം വരണം. നേതാക്കൾക്ക് രാഷ്ട്രീയ വീക്ഷണവും പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടുകളും ഇല്ലെന്നും സമ്മേളനത്തിൽ വിമർശനമുയർന്നു. പ്രതിനിധി സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായി ഇന്ന് പ്രവർത്തന റിപ്പോർട്ടിന്മേലും സംഘടനാ റിപ്പോർട്ടിന്മേലുമുള്ള ചർച്ചകൾ തുടരും. ലെവിൻ കെ വിജയൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ലെവിൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്നലത്തെ സംഘടനാ റിപ്പോർട്ടിന്റെ കുറച്ച് വിശദാംശങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അത് പരിശോധിക്കുന്ന ഘട്ടത്തിലും ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് DYFIക്ക് സമരോർജം ചോർന്നുപോയി എന്ന് പ്രതിനിധികളിൽ പലരും പറഞ്ഞതായി അറിഞ്ഞു. സമാനമായ അഭിപ്രായം വീണ്ടും വരുന്നു പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന്. സേതു, വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഒക്കെ ഇടതുപക്ഷ സംഘടനകളുടെ സമ്മേളനത്തിൽ പതിവാണ്. പക്ഷേ അത്തരത്തിൽ കഴിഞ്ഞ കാലത്ത് സംഘടനാ പ്രവർത്തനങ്ങളെ, ഒരു സമ്മേളന കാലയളവിൽ നടന്ന സംഘടനാ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയാണ് പ്രതിനിധികൾ. നേതൃത്വത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങളും സംഘടനാ പ്രവർത്തനത്തിലെ പോരായ്മകളുമൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഓരോ സമ്മേളനങ്ങളിലും. ഇന്നലെ പ്രവർത്തന റിപ്പോർട്ടിന്മേലും സംഘടനാ റിപ്പോർട്ടിന്മേലും ചർച്ചകൾ നടന്നിരുന്നു. ആ ചർച്ചകളുടെ ആദ്യഘട്ടമാണ് പൂർത്തിയായത്. 14 ജില്ലാ കമ്മിറ്റികളും മറ്റും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെയായിട്ടുള്ള വിമർശനങ്ങളാണ് പ്രസക്തമായ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങൾ സാർവദേശീയം, ദേശീയം, സംസ്ഥാനം തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള ചർച്ചകളിന്മേലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങൾ. DYFIയുടെ യുവജന സംഘടന എന്നുള്ള നിലയിൽ തന്നെ ആ പ്രവർത്തനത്തിൽ പോരായ്മയുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന് അടക്കം വലിയ വീഴ്ചകളുണ്ട്. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ക്യാമ്പയിനുകൾ ഏറ്റെടുത്ത് നടത്താൻ DYFIക്ക് ആകുന്നില്ല. CJP പോലുള്ള സംവിധാനങ്ങൾ അടിമുടി വേഗത്തിൽ വളർന്ന് പന്തലിക്കുമ്പോൾ DYFI, പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന DYFIക്ക് തങ്ങളുടെ സ്വാധീന മണ്ഡലങ്ങളിൽ പോലും കാര്യമായിട്ടുള്ള ഒരു സംഘടനാ ചലനശേഷി ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ള തരത്തിലാണ് പൊതുവായ വിമർശനങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. പഞ്ചാബിൽ രൂപം കൊണ്ട പ്രസ്ഥാനം അവിടെ ഇന്ന് ഏത് നിലയിലെത്തിയിരിക്കുന്നു, ഇതര സംസ്ഥാനങ്ങളുടെ നില ഏത് നിലയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യമായി പ്രതിനിധികൾ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ സാർവദേശീയത്തിൽ ചൈന സോഷ്യലിസ്റ്റ് പാതയിലാണോ സഞ്ചരിക്കുന്നത് എന്ന് സംശയിക്കണമെന്നും ചൈനയെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാതൃകയാക്കണമോ എന്നുള്ള വിമർശനവും ഉണ്ടായിട്ടുണ്ട് പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും. മുതലാളിത്ത ഉപരോധത്താൽ ക്യൂബ വലയുമ്പോൾ, മുറുക്കപ്പെടുമ്പോൾ റഷ്യയും ചൈനയും നോക്കി നിൽക്കുന്നു. സാർവദേശീയ വിഷയങ്ങളിൽ പ്രതിഷേധം നടത്തുന്നതിനപ്പുറം രാജ്യത്തെ ഇടത് സംഘടനകൾ സാർവദേശീയ വിഷയങ്ങളിൽ ഇടപെടൽ നടത്തണമെന്നുള്ളതാണ് സാർവദേശീയമായ ചർച്ചകളുടെ ഭാഗമായി ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വിമർശനം. ദേശീയ വിഷയത്തിലാണ് DYFI അഖിലേന്ത്യാ നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ക്യാമ്പയിനുകൾ ഏറ്റെടുത്ത് നടത്താൻ DYFIക്ക് ആകുന്നില്ല. CJP ഏറ്റെടുത്ത് നടത്തിയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടിയിരുന്നത് DYFI ആയിരുന്നു. DYFI നേതാക്കളുടെ, ദേശീയ നേതാക്കളുടെ പേര് പോലും താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് പലർക്കും അറിയില്ല. നീറ്റ് വിഷയത്തിൽ CJPക്ക് മാത്രമല്ല DYFIക്കും സമരമേറ്റെടുത്ത് മുന്നോട്ട് പോകാമായിരുന്നു. അതുണ്ടായില്ല. എങ്കിലും ഡൽഹിയിൽ വിദ്യാർത്ഥികളുടെ സമരത്തിൽ സംഘടന ഇടപെട്ടത് അഭിനന്ദനാർഹമാണ്. AA റഹീം അടക്കമുള്ളവർക്ക് സമരത്തിന്റെ മുഖമായി മാറാൻ കഴിഞ്ഞുവെന്ന് പ്രതിനിധികൾ പ്രശംസിക്കുന്നു. സംഘടന രൂപം കൊണ്ട പഞ്ചാബിൽ പോലും DYFIക്ക് സ്വാധീനമില്ലാതായി. ഇതര സംസ്ഥാനങ്ങളിൽ യുവാക്കളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് വരാൻ DYFI തയ്യാറാകണം. ജെൻസി കാലഘട്ടത്തിനനുസരിച്ച് വസ്ത്രധാരണത്തിൽ പോലും മാറ്റം വരണം. സംഘടനയ്ക്ക് അടിമുടി മാറ്റം വരണം. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി ജെൻസികളെ ആകർഷിക്കാനാകും വിധം പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരണം. ഇന്നത്തെ തലമുറയിലെ DYFI നേതാക്കൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസമില്ല. രാഷ്ട്രീയ വീക്ഷണവും കാഴ്ചപ്പാടുകളും നേതാക്കൾക്കുമില്ല. നേതാക്കളായി എത്തുന്നവരിൽ ഏറെ പേർക്കും പ്രത്യയശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളില്ല. ശരി, വ്യക്തമാണ്. ഇപ്പൊ DYFI നേതൃത്വത്തിന് തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികളുടെ വിമർശനമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ. നമുക്ക്